പഞ്ചവത്സര പദ്ധതിയിൽ കേരളം കൂടുതൽ ഊന്നൽ നൽകുന്നത് വൈദ്യുതി ഉൽപ്പാദനത്തിനാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വൈദ്യുതി കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ സാങ്കേതിക വിദഗ്ധരുടെ ആവശ്യം മേഖലയിൽ ഗണ്യമായി വർദ്ധിക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ദേശീയ പവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംരംഭം ഏറെ സഹായകരമാവുമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ചേർത്തല പള്ളിപ്പുറത്ത് ആരംഭിക്കുന്ന ദേശീയ പവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ എല്ലാ വികസനത്തിന്റെയും അടിസ്ഥാന ഘടകം വൈദ്യുതിയാണ്. ആ വൈദ്യുതിയുടെ കാര്യത്തില് നമുക്ക് ഇന്ന് ഷോർട്ടേജാണ്. അപ്പൊ നമ്മുടെ ഈ ഷോർട്ടേജ് ഒഴിവാക്കാൻ വേണ്ടി വൈദ്യുതി ഉൽപാദനത്തിനാണ് നമ്മുടെ പ്ലാനിൽ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ വൻതോതിൽ നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ പോവുക. പക്ഷെ ഇന്ന് കാലം മാറി, ലോകം മുഴുവൻ മാറി. അപ്പം സാങ്കേതിക വിദ്യയിലും ഏറ്റവും നല്ല ട്രെയിനിങ്ങിലുമൊക്കെ ഏറ്റവും നല്ല എക്സ്പേർട്സ് ആണ് നമുക്ക് ആവശ്യം. വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നമ്മൾ കിണഞ്ഞ് ശ്രമിക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉണ്ടാക്കിയേ മതിയാവും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം മാൻ പവറാണ്. ട്രെയിൻഡ്, നല്ല ട്രെയിനിങ് ഉള്ള മനുഷ്യ സമ്പത്ത് നമുക്ക് വേണം. അപ്പൊ അതിന് ആണ് ഈ നാഷണൽ പവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ ഇങ്ങനെ സ്ഥലം പലയിടത്തുമുണ്ട്. അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭൂമികൾ ഫലപ്രദമായി വിനിയോഗിക്കണമെന്നാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. നാഷണൽ പവർ ഗ്രിഡ് കോർപ്പറേഷനാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിർമ്മാണ ചുമതല എന്ന് പറഞ്ഞ KC വേണുഗോപാൽ 2 വർഷത്തിനുള്ളിൽ സ്ഥാപനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും അറിയിച്ചു. ഏറ്റവും വലിയ ഉപകാരമാണ് ഊർജ്ജ വകുപ്പിൻ്റെതായിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രഗത്ഭമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന മുമ്പ് തന്നെ ഇവിടെ കോഴ്സുകൾ ആരംഭിക്കാനാണ് NPT ആലോചിക്കുന്നത്. ഈ പ്രദേശത്തെ നാട്ടുകാർ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാവരും സഹായ സഹകരണങ്ങളും പഞ്ചായത്തും മറ്റ് തദ്ദേശഭരണ സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും നൽകണമെന്നുള്ളത് നീലമായ പ്രതി. ചടങ്ങിൽ P. തിലോത്തമൻ MLA, AM ആരിഫ് MLA, ജില്ലാ കളക്ടർ N. പത്മകുമാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. രാജ്യത്തെ 10ാമത്തെയും സംസ്ഥാനത്തെ ആദ്യത്തെയും പവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചേർത്തല പള്ളിപ്പുറം വില്ലേജിൽ മലബാർ സിമന്റ് ഫാക്ടറിക്ക് സമീപമുള്ള 15 ഏക്കർ ഭൂമിയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്.